ആ സൈനത്താ ഇത് ആരാ സൈനത്ത ഉമ്മറത്തൊരു മൊഞ്ചത്തി? ഇത് ആര് ബിയാത്തുവോ? മൊഞ്ചത്തിയോ? നീ ആരുടെ കാര്യമാണ് പറയണേ? ഇതേ ഈ മൊഞ്ചത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതാരാ ഇത്? അത് നമ്മുടെ ഉമ്മുക്കുൽസല്ലേ? ആര്? നമ്മുടെ പേർഷ്യയിലുള്ള ഇത്താടെ മോൾ ഉമ്മുക്കുൽസോ? അതേന്ന്. ഓളും പിള്ളേരും അല്ലേ കിടക്കണേ? ഓളിതെന്ന് വന്ന് ഇത്താ ഒന്നും അറിഞ്ഞില്ലല്ലോ. എൻ്റെ വിയാത്തു ഒന്നും പറയണ്ട. ഓളുടെ 5ാമത്തെ പേരിന് വന്നതാ. അത് കഴിഞ്ഞിട്ടുള്ള കിടപ്പാത്. അതും അതിൻ്റെ ചികിത്സയും. ഇന്നിപ്പോൾ 17 രാത്രി കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ ചികിത്സ ഇന്നലെ 16 രാത്രി കഴിഞ്ഞപ്പോൾ ചികിത്സ തുടങ്ങി. അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു ഞാൻ. അതാ എന്നെ കാണാണ്ടിരുന്ന 2 ദിവസമായിട്ട്. 5ാമത്തെ പേരിൽ ബിയാത്തു അതുകൊണ്ട് എന്തെങ്കിലും ഇച്ചിരി മരുന്നൊക്കെ ഇച്ചിരി ചികിത്സയൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ കുമാരൻ വൈദ്യനെ പോയി കണ്ടു. വൈദ്യര് കുറച്ച് മരുന്നും ഇതുമൊക്കെ തന്നു. കുറച്ച് എണ്ണയും അരച്ച് പറ്റാനുള്ളതും ഒക്കെ തന്നു. അതെല്ലാം പുരട്ടി ഓളെ ഞാനങ്ങ് കിടത്തി. പിന്നെ കുറച്ച് മഞ്ഞൾ നിറമൊന്നും പോരില്ല. അങ്ങ് പേർച്ചയിൽ ചൂടുകാലത്ത് നാട്ടിൽ കിടയണ ഭയങ്കച്ചല്ലേ. അതുകൊണ്ട് ഇച്ചിരി മഞ്ഞളൊക്കെ പുരട്ടി ഒന്ന് കുളിപ്പിച്ച് രാവിലെ ഒന്ന് കുളിപ്പിച്ച് പെറുക്കി എടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ വൈദ്യുതി കുറേ തൈലവും കുറേ മരുന്ന് കൂട്ടും ഒക്കെ കുഴച്ച് തന്നു. അത് പുരട്ടി കിടത്തിയേക്കണ പരുവാ അത് മാത്രം പുരട്ടിയാൽ പോരാ. അത് കഴിഞ്ഞ് പിന്നെ ആവി പിടിക്കണം, തണുപ്പത്ത് കിടത്തണം, പിന്നെ ആവി പിടിക്കണം. ഇത് പല 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 പരിപാടികളാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയായിരുന്നു സൈനത്തെ പരിപാടികൾ. ഈ മരുന്ന് കൂട്ടെല്ലാം കുഴച്ച് ഇഞ്ചിയൊക്കെ വെച്ച് കുഴച്ച് ആദ്യം ദേഹത്ത് അരച്ച് പുരട്ടണം. അരച്ച് പുരട്ടി തണുപ്പത്ത് വെക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ തണുപ്പോൾ കിട്ടുന്ന ഒരു മെഷീനുണ്ടല്ലോ, അതിനകത്ത് വെച്ച് ഇന്നലെ രാത്രിയിലേ പുരട്ടി വെച്ചിട്ട് ഇന്നിപ്പോൾ രാവിലെ പുറത്തോട്ടെടുത്ത് പിന്നെ ആവി പിടിക്കണം. ഒരു 10 വെള്ളത്തിനകത്തോട്ട് കുറേ മരുന്നും കൂട്ടും എല്ലാം വെച്ച് ഒരാവി പിടിക്കുന്ന സാധനത്തിനകത്ത് വെച്ച് കുമാരൻ വൈദ്യുതി വരും. വൈദ്യുതി ഒരു 4 വിസിലടിക്കണോടം വരെ കണ്ടോ ഈ തണുപ്പത്ത് വെച്ചിരുന്ന സാധനം രാവിലെ എടുത്ത് ആവി പിടിക്കണ മെഷീനകത്ത് വെക്കും. എന്നിട്ടൊരു വൈദ്യുതി ഒരു 4 വിസിലടിക്കണോടം വരെ നമ്മൾ നോക്കിയിരിക്കണം. 4ാമത്തെ വിസിലാകുമ്പം ഇതെടുത്ത് പുറത്ത് പിന്നെയും വെക്കണം. എൻ്റെ പൊന്നെ വാ കാണിച്ചു തരാൻ. എന്നാ ഒരു ചടങ്ങായിരുന്നു. വേറൊരു പാത്രത്തിൽ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ എടുത്ത്, നല്ല കണ്ണീര് പോലത്തെ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് ഇനി അതിന് തിരിച്ചും മറിച്ചുവിട്ട് സ്വർണ്ണ നിറമാകുന്നോടം വരെ മുരിച്ചെടുക്കണം. ഇനി എല്ലാ വശത്തും ഒരുപോലെ വരുന്നോടം വരെ തിരിച്ചും മറിച്ചുവിട്ട് മുരിച്ചെടുക്കണം. കണ്ടോ പെണ്ണിന് നല്ല സ്വർണ്ണ നിറമായിട്ട് വരുന്ന കണ്ടോ? അടിവശത്ത് നിന്ന് നല്ല. ഇനി അതങ്ങ് തിരിച്ചും മറിച്ചുവിട്ട് ഇതുപോലെ സ്വർണ്ണ നിറമാകുന്നോടം വരെ മുരിച്ചെടുക്കണം. കണ്ടോ ഒരു വശം മുഴുവൻ മുരിഞ്ഞ് നന്നായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഉണ്ട് എല്ലാ വശവും നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി ആ എണ്ണ തന്നെ അതിനകത്തോട്ട് കുറച്ച് പച്ച ഇലകളും ഒക്കെ ചേർത്ത് നമ്മൾ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളവും കുറച്ച് അരച്ച് പുരട്ടി വെച്ചിരുന്ന മസാലയുടെ ബാക്കിയൊക്കെ കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മുരിച്ച് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊരു എന്നിട്ട് വേണം ഇനി ആ മുരിച്ചെടുത്ത പെണ്ണിനെ അതിനകത്തോട്ട് ഈ മരുന്ന് കൂട്ടിനകത്തോട്ട് ചേർക്കണം. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റി വരട്ടെ. അപ്പോൾ ഈ മരുന്ന് കൂട്ടിനകത്തോട്ട് ഇനി കുറച്ച് തേങ്ങാപ്പാലും ഒരു 10 കശുവണ്ടിയും കുറച്ച് മല്ലിയിലൊക്കെ കൂടെ അരച്ച് ചേർക്കണം. അത് ആ തിളയ്ക്കുന്ന മരുന്ന് കൂട്ടിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളം വറ്റി പച്ചമണം മാറി വരുമ്പം ആ സ്വർണ്ണ നിറമായിട്ടിരിക്കുന്ന പെണ്ണിൻ്റെ മുകളിലോട്ട് ധാര കോരി കൊടുക്കാം. അവളും ഉണ്ട്, അവളുടെ 4-5 പിള്ളേരും ഉണ്ട്. ഒന്നെങ്കിൽ തലയിൽ അല്ലെങ്കിൽ കയ്യിൽ എവിടെയെങ്കിലും കാണും. അതുങ്ങൾ 5 എണ്ണം ചുറ്റും നിൽക്കും ഈ തള്ളയുടെ. സൗകര്യം കൊടുക്കുകയില്ല. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വൈദ്യരെ കൊണ്ട് നമുക്കിതങ്ങ് ധാര കോരിക്കാം. ധാര കോരി ഇരിക്കട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അവളെ ഒന്ന് കുളിപ്പിച്ച് തുടച്ചെടുത്ത് നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് തുടച്ചെടുത്ത് നമുക്കൊരു കട്ടിലയിലോട്ട് കിടക്കാം. എങ്ങനെയുണ്ട് എൻ്റെ സുന്ദരി ഉമ്മുക്കുൽസു? പെറ്റെണീറ്റ് നല്ല മൊഞ്ചത്തിയായില്ലേ ഉമ്മുക്കുൽസു? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉമ്മുക്കുൽസുവിനെ ഒന്ന് കുളിപ്പിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗ്രേവിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.